അതിമോഹമില്ലെനിക്കത്ര വേഗം അകലങ്ങളൊക്കെയും കീഴടക്കാൻ എന്ന് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വചനത്തിൻ്റെ ഗാഠനീലിമയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഈ 2022 തീരുമാനമെടുത്ത 4,72,000 കത്തോലിക്ക വിശ്വാസികളുടെ സംഗമ തീരമാണ് കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ കമ്മീഷനും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയും കഴിഞ്ഞ 22 വർഷങ്ങളായി നടത്തിവരുന്ന ലോഗോസ് ക്വിസ്. ഈ ക്വിസ് മത്സരത്തിലെ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് ഡിലൈറ്റ് റൗണ്ട്. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന റൗണ്ടാണ്. എല്ലാവർക്കും ഉത്തരങ്ങൾ പറയാൻ പറ്റുന്ന റൗണ്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓപ്ഷൻസ് മാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാതെ, ഉത്തരങ്ങളുടെ ഓപ്ഷൻസ് വാങ്ങാതെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 15 പോയിന്റ് മാസ്റ്റർ തരും. അതല്ല, ഓപ്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്ററുടെ ഹെൽപ്പ് ചോദിക്കാം. 4 ഓപ്ഷൻസ് അപ്പോൾ തരും. അതിൽ നിന്നാണ് ശരിയായ ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. ഇനി ആ 4 ഉത്തരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ വീണ്ടും മാസ്റ്റർ നിങ്ങളെ സഹായിക്കും. 2 തെറ്റായ ഉത്തരങ്ങൾ അതിൽ നിന്ന് മാറ്റിത്തരും. അവശേഷിക്കുന്ന 2 ആൻസേഴ്സിൽ നിന്ന് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അതായത് എത്ര ടഫാണെങ്കിലും നിങ്ങൾക്ക് ഈ റൗണ്ടിൽ പോയിന്റ് കിട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻസ് കേൾക്കുക. പറ്റുന്നതും കൂടുതൽ മാർക്ക് 15 പോയിന്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മാസ്റ്റർ, നമുക്ക് ഡിലൈറ്റ് റൗണ്ടിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഡിലൈറ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു റൗണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ലൈല ടീച്ചറിനോടാണ്. ടീച്ചറെ, ചോദ്യം ഇതാണ്: 1 കൊറിന്തോസ് 9:14 പൗലോസ് പരാമർശിക്കുന്ന കർത്താവിൻ്റെ കൽപ്പന സുവിശേഷങ്ങളിൽ എവിടെയാണുള്ളത്? ടീച്ചറിന് സഹായമൊന്നും കൂടാതെ ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ 15 മാർക്ക്. സഹായം വേണമെങ്കിൽ ചോദിക്കുക. തിമോത്തി 5:18 9:14 സോറി ടീച്ചർ പറഞ്ഞ ഉത്തരം തെറ്റാണ്. പറഞ്ഞ ഉത്തരം തെറ്റാണ്. അതുകൊണ്ട് ഇനി നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായോ? ടീച്ചറിന് ഉത്തരം പറയാതിരിക്കാമായിരുന്നു, സഹായം ചോദിക്കാമായിരുന്നു. പക്ഷെ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരം നമുക്ക് കാണേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇവിടെ 4 ഉത്തരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 ഉത്തരങ്ങൾ മത്തായി 10:10, മർക്കോസ് 12:18, ലൂക്ക 12:8-9, മർക്കോസ് 12:12. ടീച്ചറിന് ഇത് കണ്ടിട്ട് മാർക്കില്ല, പക്ഷേ ടീച്ചറിന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. മത്തായി 10:10 വ്യക്തമാണ്. അത് നോക്കാം, കമ്പ്യൂട്ടർ എന്താ പറയുന്നത് നോക്കാം, മോണിറ്റർ എന്താ പറയുന്നത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ 50-50 പോകും. അവിടെ അവശേഷിക്കുന്നത് മത്തായി 10:10, മർക്കോസ് 12:12. അതുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ കൃത്യ ഉത്തരം അവിടെ തെളിയുന്നു. ഇത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യമാണ്. ഓക്കെ, ഏതാണ് ആ സംഭവം ടീച്ചറെ? ഏത് കൽപ്പനയെക്കുറിച്ചാണ് പറയുന്നത്? അത് അൾത്താര ജോലിക്കാർ ആഹാരം ദേവാലയത്തിൽ നിന്നാണെന്നും അൾത്താര ശുശ്രൂഷ ബലിവസ്തുക്കളുടെ പങ്ക് ഭക്ഷിക്കുമെന്നും നിങ്ങൾക്കറിയാമല്ലോ. അതെ, അതായത് ഈശോ പറഞ്ഞതായി സുവിശേഷങ്ങളിൽ കാണുന്ന വേലക്കാരൻ കൂലിക്കർഹനാണ് എന്നുള്ള ആ ആശയമാണ് വിശുദ്ധ പൗലോസ് ഇതിലൂടെ, ടീച്ചർ പറഞ്ഞ ആ ഒരു കാര്യത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അതാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ ടീച്ചർ, ശരി. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. റെഡിയാണോ അലീന? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 1 കൊറിന്തോസ് 10:23 വാക്യം
മറ്റെവിടെ കാണാം? 1 കൊറിന്തോസ് 10:23 വാക്യം മറ്റെവിടെ കാണാം? ഓപ്ഷൻ വേണം. ആയിക്കോട്ടെ, നമ്മൾ 4 ഓപ്ഷനാണുള്ളത്. റോമ 10:3, എഫേസൂസ് 4:24, 1 കൊറിന്തോസ് 6:12, ഗലാത്യ 5:2. ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ വേണ്ടി പോവാം. അടുത്ത ഓപ്ഷൻ വേണ്ടി ഹാഫ് അല്ലേ, 50-50 പോവുകയാണ്. ഓക്കെ, 50-50. ദാ 2 എലിമിനേറ്റഡ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് എഫേസോസ് 4:24, 1 കൊറിന്തോസ് 6:12. ഇതിൽ ഒരു ഉത്തരം കിട്ടുന്നുണ്ടോ? 1 കൊറിന്തോസ് 6:12. 1 കൊറിന്തോസ് 6:12 കൃത്യമാണോ എന്ന് മോണിറ്ററിനോട് ചോദിക്കാം. ഓക്കെ, അലീന ചോദിക്കാം. ശരി, കൃത്യ ഉത്തരമാണ് 1 കൊറിന്തോസ് 6:12. അലീനയ്ക്ക് ഇതിൽ നിന്ന് 5 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. നിമാലിൻറ്റോ, നിമ ചോദ്യം ഇതാണ്: 1 കൊറിന്തോസ് 9:13 പരാമർശിതമായ യഹൂദ രീതി സൂചിപ്പിക്കുന്ന പഴയ നിയമഗ്രന്ഥ ഭാഗമേത്? 1 കൊരിന്തോസ് 9:13. നിയമാവർത്തനം 18:1. നിയമാവർത്തനം 18:1. വളരെ ധീരമായി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഒരു ഓപ്ഷനും എടുക്കാതെ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ വരും എന്ന് നോക്കാം, എങ്ങനെ വരുമെന്ന് നോക്കാം. വളരെ നിർണായകമായ നിമിഷമാണ്. ശരി, 4 ഉത്തരങ്ങൾക്കാണ് സാധ്യതയുള്ളത്. യേശയ്യ 62:11, നിയമാവർത്തനം 9:9, സഖറിയ 10:11, നിയമാവർത്തനം 18:1. ഇതിൽ നിമ പറഞ്ഞ ഉത്തരമുണ്ട്. അപ്പോൾ പ്രതീക്ഷ മുന്നോട്ട് പോവുകയാണ്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശരി, നമുക്ക് ഇതിൽ 2 എലിമിനേറ്റ് ചെയ്താൽ നിമ പറഞ്ഞത് പോകുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, റെഡി? ഓക്കെ, 50-50 പോകുന്നു. നിമ ഇപ്പോഴും അവിടെ ഉണ്ട്. നിയമാവർത്തനം 18:1 പോയിട്ടില്ല, ഇപ്പോഴുണ്ട്. ഇനിയും പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, ശരി, നമുക്ക് കൃത്യമായ ഉത്തരം ഏതാണ്? യേശയ്യ 62:11 നിയമാവർത്തനം 18:1 നിയമാവർത്തനം 18:1 വളരെ കൃത്യമായ ഉത്തരമാണ്. നിമാലിൻറ്റോ ഫുൾ മാർക്ക് 15 മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. റെഡിയാണോ? ചോദ്യത്തിന് റെഡിയാണ്. അഞ്ജന, ചോദ്യം ഇതാണ്: 1 കൊറിന്തോസ് 9:9 സൂചിപ്പിക്കുന്ന പഴയ നിയമ ഉദ്ധരണി ഏത്? നിയമാവർത്തനം 25-ാം അധ്യായം 4-ാം വാക്യം. നിയമാവർത്തനം 25-ാം അധ്യായം 4-ാം വാക്യം. ഉറപ്പാണല്ലേ? ശരി, അപ്പോൾ വളരെ റിസ്ക് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരു സഹായവും വേണ്ടെന്നാണ്. നോക്കാം. ശരി, 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എസക്കിയേൽ 27:37, നിയമാവർത്തനം 25:4, യേശയ്യ 25:8, യേശയ്യ 8:25. അഞ്ജനയ്ക്ക് ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. പറഞ്ഞ ഉത്തരം നിയമാവർത്തനം 25:4 അവിടെയുണ്ട്. അത് മങ്ങിപ്പോകല്ലേ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും. ഓക്കെ, ശരി, നമുക്ക് 50-50 കയറി നോക്കാം. അവിടെ വരുമ്പോൾ ഇനി ഏതാണ് നഷ്ടപ്പെടുന്നതെന്ന് നോക്കാം. ഓ, നിയമാവർത്തനം 25:4 നഷ്ടപ്പെട്ടിട്ടില്ല, അതിപ്പോഴും അവിടെയുണ്ട്. യേശയ്യ 8:25 അങ്ങനെ കട്ടക്ക് നിൽപ്പുണ്ട്. ഏതായിരിക്കും കൃത്യമായ ഉത്തരം? ശരി, പരിശോധിക്കാം. കൃത്യമായ ഉത്തരം നിയമാവർത്തനം 25:4. ഫുൾ മാർക്ക് അഞ്ജന സ്കോർ ചെയ്തിരിക്കുകയാണ്. 15. റേച്ചൽ, റെഡിയാണോ? കണ്ടിട്ട് എന്ത് തോന്നി? ഇപ്പോൾ സുന്ദരമായിട്ട് പറയാൻ പറ്റൂ അല്ലേ? ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. റേച്ചലിൻ്റെ ചോദ്യം ഇതാണ്:
1 കോറിന്തോസ് 10 അധ്യായം 9 വാക്യം പഴയ നിയമത്തിലെ ഏതു ഭാഗത്തെയാണ് പരാമർശിക്കുന്നത്? സംഖ്യ 25 1 മുതൽ 9 വരെയുള്ള വാക്യം. സംഖ്യ 25 1 മുതൽ 9 വരെ. റേച്ചൽ പോരാളിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പോയിന്റ് പോലും വിട്ടുകൊടുക്കില്ല എന്നാണ്. എനിക്കൊരു ഓപ്ഷനും വേണ്ട. ഇതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞേ? സംഖ്യ 25 1 മുതൽ 9 വരെ. ശരിയായിരിക്കുമോ റേച്ചലെ അത് ഉത്തരം? നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ പ്രാർത്ഥനാപൂർവം റേച്ചൽ നോക്കുകയാണ്. 4 ഉത്തരങ്ങൾ അവിടെ കാണുന്നു. റേച്ചലിൻ്റെ മുഖം കണ്ടായിരുന്നു നിങ്ങൾ? അവിടെ ആ തെളിഞ്ഞപ്പോൾ സംഖ്യ 25 1 9 കണ്ടപ്പോൾ റേച്ചലിൻ്റെ മുഖം പ്രകാശിച്ചു. അവിടെ ആ ഉത്തരം വരുന്നുണ്ട്. കൂടാതെ ലേവ്യര് 7 6, സംഖ്യ 16 41 49, സംഖ്യ 21 5 6 എന്നീ ഉത്തരങ്ങളും കൂടിയുണ്ട്. റേച്ചലിൻ്റേത് താഴെ പോകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ റേച്ചൽ, നോക്കാം. 50-50 പോകുമ്പോൾ അതാ ഇപ്പോഴും അവിടെ ഉണ്ട്. സംഖ്യ 25 1 9, ഒപ്പം അപ്പുറം എതിരാളിയായിട്ട് നിൽക്കുന്നു സംഖ്യ 21 5 6. കൃത്യ ഉത്തരം വരുമായിരിക്കും അല്ലേ റേച്ചലെ? റേച്ചൽ പോയല്ലോ. എന്താ സംഭവിച്ചേ? എന്താ ഉത്തരം? സംഖ്യ 21 5 6 വാക്യങ്ങളാണ് കൃത്യമായ ഉത്തരം. അപ്പോൾ റേച്ചല് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് 1 മാർക്കും ഇല്ലാതായിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, അടുത്തതിൽ ശരിക്ക് പിടിക്കണം. ഓക്കെ റേച്ചൽ, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ സംഖ്യ 21 5 6 വാക്യങ്ങളാണ് കൃത്യമായ ഉത്തരം. ശരി, നമുക്ക് ആനി ജോർജിലേക്ക് പോവുകയാണ്. ഇവിടെ ചോദ്യം ഇതാണ്. ചോദ്യം: സങ്കീർത്തനം 22:18 മെസ്സയാനിക പ്രവചനത്തെ അനുസ്മരിപ്പിക്കുന്ന പുതിയ നിയമ ഭാഗം. സങ്കീർത്തനം 22:18 മെസ്സയാനിക പ്രവചനത്തെ അനുസ്മരിപ്പിക്കുന്ന പുതിയ നിയമ ഭാഗം. വിശുദ്ധ മാർക്കോസ് 15 അധ്യായം 24. മാർക്കോസ് 15:24 ഫിക്സ് ചെയ്തു അല്ലേ റേച്ചലിനെ പോലെ തന്നെ ഫിക്സ് ചെയ്തിരിക്കുക. ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? നമ്മൾ മാർക്കോസ് 15:24 അവിടെ ഉണ്ട്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് തീർച്ചയായും വകയുണ്ട്. കൂടാതെ 1 കോറിന്തോസ് 2:1, മാർക്കോസ് 15:20, 1 കോറിന്തോസ് 3:13 ഇവയും സ്ഥാനാർത്ഥികളായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം. 50-50 പോകുമ്പോൾ ഇപ്പോഴും അവിടെ ഉണ്ട്. മാർക്കോസ് 15:24 താഴെ പോയിട്ടില്ല. ഓക്കെ, ഉത്തരം കൃത്യമായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ ശരിയാണ്. ഉത്തരം വളരെ കൃത്യമാണ്. മാർക്കോസ് 15:24. പശ്ചാത്തലം വളരെ വ്യക്തമാണല്ലോ അല്ലേ? ഏതാണ് സംഭവം? വസ്ത്രം കീറിയെന്ന്, വസ്ത്രം ഭാഗിച്ചെടുത്തു എന്നുള്ളതാണ്. അത് 22-ാം സങ്കീർത്തനത്തിൽ അവർ എൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുത്തു. അത് ഈശോയുടെ പീഡാസഹന വേളയുടെ ഭാഗമായി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ലോഗോസ് പ്രതിഭ 2022 2ാം റൗണ്ടിന്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് ബ്ലെപ്പോ റൗണ്ട്. നമുക്ക് ക്വിസ് മാസ്റ്ററോട് ഒരു കാര്യം ചോദിക്കാം. മാസ്റ്റർ, ബൈബിൾ ഭാഷകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ റൗണ്ടിന് ബ്ലെപ്പോ റൗണ്ട് എന്ന പേരിട്ടതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ജിഷാജി, അതിൽ ബ്ലെപ്പോ എന്നാൽ ഗ്രീക്കിൽ ഞാൻ കാണുന്നു എന്നാണ് അർത്ഥം. സത്യത്തിൽ കാണാതെ ഉത്തരം പറയാൻ കഴിയില്ല.
അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ തരും അച്ഛൻ. ഉത്തരം തരും. അതായത് നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ഡിലൈറ്റ് റൗണ്ടിലേതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവിടെ കാണാതെ ഉത്തരം പറയാനൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇതിൽ ആ സാധ്യത ഇല്ല. അതിൻ്റെ അർത്ഥം 10 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ ഒന്നുമില്ല. ഇതാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചോദ്യം നമുക്ക് നമ്പർ 6 ആനി ജോർജിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ആനി ചേച്ചി ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം ഇതാണ്: പ്രഭാഷകൻ 23:11 പരാമർശിച്ചിരിക്കുന്നതിൽ പെടാത്തത് ഏത്? അപ്പോൾ പെടാത്തത് പറയണമെങ്കിൽ ഇവിടെ കാണണമല്ലോ. ഓക്കെ, അത് നോക്കാം. ശരി, 4 സാധ്യതകളാണ്. കള്ളസത്യം ചെയ്യുന്നവൻ, പതിവായി ആണയിടുന്നവൻ, ശിക്ഷയിൽ നിന്ന് മുക്തമാകാത്ത ഭവനം, ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ. ഡി, അതായത് ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പ്രഭാഷകൻ 23:11 പെടുന്നില്ല, അല്ലേ? അതാണല്ലോ ശരി. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. 50-50 എടുത്താൽ എങ്ങനെ ഇരിക്കും? കള്ളസത്യം ചെയ്യുന്നവനും അതുപോലെ ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവനും അവിടെ ശേഷിക്കുന്നു. ഉത്തരം ശരിയാണ്. ഡി ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവനെ കുറിച്ച് അവിടെ പരാമർശമില്ല. 10 മാർക്ക് ചേച്ചിക്ക് ലഭിച്ചിരിക്കുകയാണ്. റേച്ചലിനോടുള്ള ചോദ്യം വരികയാണ്: ഗർവിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി, ഇവരുടെ ജീവിതം പ്രഭാഷകനിൽ ഉളവാക്കുന്നത് എന്ത്? ചോദ്യം, ഉത്തരം ഇവിടെ നോക്കണം. കടുത്ത ആശങ്ക, വെറുപ്പ്, കടുത്ത ദുഃഖം, കടുത്ത അമർഷം. ഇതിൽ ഓപ്ഷൻ ഡി, കടുത്ത അമർഷം. കടുത്ത അമർഷമാണ് ഉത്തരം ശരിയായി പറയുന്നത്. നോക്കാം. 50-50. കടുത്ത ആശങ്കയാണ്, അതുപോലെ കടുത്ത അമർഷമാണ് ബാക്കിയുള്ളത്. കടുത്ത അമർഷമാണ് കൃത്യം ഉത്തരം. 10 പോയിന്റ് റേച്ചലിന് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, അഞ്ജന ചോദ്യത്തിലേക്ക് വരികയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 23 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ ഭാഗ്യവാൻ എന്ന് വിശേഷിക്കപ്പെടാത്തത് ആര്? 4 ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നു. നോക്കുക. വാക്കിൽ പിഴയ്ക്കാത്തവനാണോ, വിവേകം നേടിയവനാണോ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടെ ജീവിക്കുന്നവനാണോ, ദൈവഭക്തനാണോ? ഭാഗ്യവാൻ എന്ന് വിശേഷിക്കപ്പെടാത്തത്. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി പറഞ്ഞു. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ദൈവഭക്തൻ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം ഉത്തരം ശരിയാണോ നോക്കാം. 50-50 എടുക്കുകയാണെങ്കിൽ വാക്കിൽ പിഴയ്ക്കാത്തവനും ദൈവഭക്തനും അവിടെ നിലനിൽക്കുന്നു. അവസാന ഉത്തരം ശരിയാണ്. ദൈവഭക്തൻ. ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നിടത്ത് ദൈവഭക്തൻ്റെ പറഞ്ഞിട്ടില്ല. അതാണ് കാര്യം. ഓൾ റൈറ്റ്, നമ്മൾ അപ്പോൾ 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. നിമാലിൻറ്റോ, നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണ്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് ലഭിക്കുന്ന ഫലത്തിൽ പെടാത്തത് എന്ത്? ഓക്കെ, അപ്പോൾ ഉത്തരങ്ങൾ 4 സാധ്യതകൾ ഇതാണ്: അപകീർത്തി, ലജ്ജ, കോപം, നിന്ദ. ഇതിൽ ഏതാണ് ശരി ഉത്തരം പറയാൻ കഴിയുമോ? ഓപ്ഷൻ ബി, ലജ്ജ. ലജ്ജയാണ്. അതായത് ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് ലഭിക്കുന്ന ഫലത്തിൽ പെടാത്തത്. ഓക്കെ, 50-50 പറയുകയാണെങ്കിൽ ലജ്ജയും നിന്ദയും ബാക്കിയാവുന്നു. ഒടുവിൽ ഉത്തരം ശരിയാണ്. ലജ്ജ. 10 മാർക്ക് നിമാലിൻറ്റോയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അലീനയിലേക്ക് പോകാം. അലീന റെഡിയാണല്ലോ അല്ലേ? ശരി, ചോദ്യം ഇതാണ്: അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം. ആരുടെ? അപ്പോൾ ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുകയാണ്: വ്യഭിചാരിണിയുടെ, ദുഷ്ടയായ പത്നിയുടെ, സ്വൈരിണിയായ ഭാര്യയുടെ, ദുശാഠ്യക്കാരിയായ പുത്രിയുടെ. ഡി, ദുശാഠ്യക്കാരിയായ പുത്രിയുടെ. ഉത്തരം ശരിയാണോ നോക്കാം. 50-50 എടുക്കുകയാണെങ്കിൽ വ്യഭിചാരിണിയുടെ, അതോടെ ദുശാഠ്യക്കാരിയായ പുത്രിയുടെ. ഇതിൽ ശരിയായ ഉത്തരം ദുശാഠ്യക്കാരിയായ പുത്രിയുടേതാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം
10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ലൈല ടീച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യം ഇതാണ്: ഉത്തമയായ സ്ത്രീയുടെ അഥവാ ഉത്തമയായ ഭാര്യയുടെ ഭർത്താവിനെ കുറിച്ചുള്ള പരാമർശം അല്ലാത്തത് എന്ത്? ആയുസ് ഇരട്ടിക്കും, ജ്ഞാനം നേടിയവൻ, ഭാഗ്യവാൻ, സന്തുഷ്ടൻ. ഉത്തരം പറയാൻ കഴിയുമോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ലേ? ബി 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 ജ്ഞാനം നേടിയവൻ എന്നുള്ളതാണ്. ശരിയാണോ നോക്കാം. 50-50 എടുക്കുകയാണെങ്കിൽ ജ്ഞാനം നേടിയവനും സന്തുഷ്ടനും തുടരുന്നു. അതിൽ ജ്ഞാനം നേടിയവൻ കറക്റ്റ് ഉത്തരമായിട്ട് കാണുന്നു. 10 പോയിന്റ് ലൈല ടീച്ചറിന് ലഭിച്ചു. അപ്പോൾ നമ്മൾ ബ്ലെപ്പോ റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ റൗണ്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതാണ് ജൂറി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. ഈ 2 റൗണ്ടുകൾക്കൊടുവിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് ലഭിച്ചിരിക്കുന്ന സ്കോർ നില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ലൈല ജോൺ കരസ്ഥമാക്കിയിരിക്കുന്നു 30 മാർക്ക്, അലീന ജെയ്മോൻ 42.5 മാർക്ക്, നിമ ലിൻഡോ 45 മാർക്ക്, അഞ്ജന ടോജി 45 മാർക്ക്, റേച്ചൽ മരിയ 12.5 മാർക്ക്, ആനി ജോർജ് 35 മാർക്ക്. ഇനി നമുക്ക് 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. 3ാമത്തെ റൗണ്ടിന്റെ പേരാണ് ദിദിമോസ് റൗണ്ട്. ദിദിമോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അച്ഛനോട് നമുക്ക് ചോദിക്കാം. ഇരട്ടിപ്പ് എന്താണ് അച്ഛാ അതിന്റെ അർത്ഥം? നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രിയങ്കരനായ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമസിന് ബൈബിളിൽ കാണുന്ന ഒരു പേരാണ് ദീദിമോസ്, ഇരട്ട എന്നർത്ഥം. അതിൻ്റെ അർത്ഥം ഈ ചോദ്യത്തിൽ ഒരു ഇരട്ട എന്നുള്ളൊരു ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ 3 ഇരട്ടകളെ കാണിച്ചു തരും. ഈ ഇരട്ടകളിൽ ഒരെണ്ണം മാത്രമേ ശരിക്കും ഇരട്ടകളായിട്ടുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു പദം രണ്ടിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവായ ഘടകം രണ്ടിലും ഉണ്ടാകും. ദയവ് ചെയ്ത് പേഴ്സണൽ പ്രോനൗൺസൊക്കെ ഇരട്ടയായിട്ട് കൂട്ടരുത്. ഞാൻ, നമുക്ക്, എൻ്റെ, നിൻ്റെ ഇതൊന്നും ഇരട്ടയായിട്ട് കൂട്ടരുത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോരുത്തർക്കുമുള്ള 3 സാധ്യതകൾ അവിടെ തരും. 3 ഇരട്ടകളെ കാണിച്ചു തരും. അത് നോക്കി വളരെ ഗൗരവമായിട്ട് ആഴമായിട്ട് ചിന്തിച്ച് ഈ 2 വാക്യങ്ങളിലുമുള്ള കോമൺ ഫാക്ടർ നിങ്ങൾക്ക് ഉറപ്പായും കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് ദീദിമോസ്, അതാണ് ഇരട്ട, യഥാർത്ഥ ഇരട്ട എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം, നിങ്ങൾക്കൊരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം പറയാനും നിങ്ങൾക്ക് പിന്നീട് സാധിക്കണം. പിടികിട്ടിയോ? ഇതാണ് ഉത്തരങ്ങളിലെ സമാനതകൾ കണ്ടെത്തുക. അതെ, അതിൽ അടങ്ങിയിരിക്കുന്ന ആ പൊതുവായ ഘടകം കണ്ടെത്തുക. ഒരു പദമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൃത്യമായ സൂചനയായിരിക്കാം. അത് നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് കൃത്യമായിട്ടുള്ളതിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇതാണെന്ന് പറയുക. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്നും സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരത്തിന്റെ കാരണവും കൂടെ നിങ്ങൾ മാസ്റ്ററോട് പറയണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നമ്പർ 1 ലൈല ജോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാസ്റ്റർ. പ്രിയ മത്സരാർത്ഥികളെ, നമ്മുടെ ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് 15 പോയിന്റ്സ് ഓരോ മാർക്കിനും ലഭിക്കും. ഓരോ ചോദ്യത്തിനും 15 പോയിന്റ്സ് വീതം നിങ്ങൾക്ക് ലഭിക്കും. അതിൽ എങ്ങനെയാണ് അത് സ്കോർ ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചാൽ, ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ അതിന് 5 പോയിന്റ്സ് ആണ് മാസ്റ്റർ തരുന്നത്. 5 മാർക്കാണ് ലഭിക്കുക. ഇനി ആ ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള കാരണം വളരെ വ്യക്തമായി മാസ്റ്ററിനോട് പറയാൻ സാധിച്ചാൽ 10 പോയിന്റ് കൂടെ കിട്ടും. അങ്ങനെയാണ് മൊത്തം 15 പോയിന്റ് ഓരോ ചോദ്യത്തിനും കിട്ടുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഉത്തരം കണ്ടെത്താനും അതിൻ്റെ കാരണം വ്യക്തമായി തന്നെ പറയാനും നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് പോകാം അച്ഛാ ദീദിമോസ് റൗണ്ടിലേക്ക്.
ദീദിമോസ് റൗണ്ടിലേക്ക്. ഈ റൗണ്ട് ആരംഭിക്കുന്നത് ലൈല ടീച്ചർ എന്നല്ലേ? അതെ. ഇപ്പോൾ ലൈല ടീച്ചർ ശ്രദ്ധിക്കുക, ദീദിമോസ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ്. ഓക്കെ, ഇവിടെ 3 ഇരട്ടകളെ, സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഇരട്ടകളെ, ട്വിൻസിനെ കൊടുത്തിരിക്കുക. മർക്കോസ് 16:5 മർക്കോസ് 10:19. മറ്റൊരു സാധ്യത മർക്കോസ് 11:9 മർക്കോസ് 12:10. മർക്കോസ് 9:33 മർക്കോസ് 10:16. സമയമെടുത്ത് ആലോചിച്ച് പറയും. ഏറെ ചിന്ത വേണ്ട ഒരു റൗണ്ടാണ്, വളരെ കൃത്യത വേണ്ട ഒരു റൗണ്ടാണ്. ടീച്ചർ ഇതിൽ ഏത് നമ്പരാണ് ദീദിമോസായി ടീച്ചർ കാണുന്നത്? നമുക്ക് ഒരു സമയം തീരുമാനിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ളൊരു റൗണ്ടാണ്, വളരെ ബുദ്ധിമുട്ടുള്ള റൗണ്ടാണ്. ഇതുവരെ വന്നതെല്ലാം വളരെ എളുപ്പമായിരുന്നു. ടീച്ചർ ഒരെണ്ണം ഫിക്സ് ചെയ്യാം. മർക്കോസ് 2, രണ്ടാമത്തേത്. രണ്ടാമത്തേതാണ് ടീച്ചർ ട്വിൻ വചനങ്ങളായി ടീച്ചർ കണ്ടിരിക്കുന്നത്. 2. ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്. ടീച്ചർ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇനിയാണ് ടീച്ചർ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. ഇപ്പോൾ 5 മാർക്ക് ടീച്ചർ കരസ്ഥമാക്കി കഴിഞ്ഞു. 2 സങ്കീർത്തന ഭാഗങ്ങളാണ്, പഴയ നിയമ ഭാഗങ്ങൾ. 2 ടീച്ചറെ ഉത്തരം പറഞ്ഞോളൂ. സങ്കീർത്തന ഭാഗങ്ങളാണ് പഴയ നിയമം വന്നിരിക്കുന്നത്. സങ്കീർത്തന ഭാഗങ്ങൾ അതിൻ്റെ പഴയ നിയമ ഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ട് 2 വാക്യത്തിലും. മർക്കോസ് 11:9 സങ്കീർത്തനം 118, 25, 26. ഓക്കെ, മർക്കോസ് 11:9 സങ്കീർത്തനം 118, 25, 26 ഉണ്ട്. മർക്കോസ് 12:10 സങ്കീർത്തനം 118, 22, 23. വെരി ഗുഡ്. സങ്കീർത്തനം 118, 22 വാക്യം മർക്കോസ് 12:10 ചുരുക്കി പറഞ്ഞാൽ ഇവയ്ക്ക് പൊതുവായ ഘടകം 118 സങ്കീർത്തനമാണ്. പ്രിയപ്പെട്ട, ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ടീച്ചർ ഒത്തിരി സമയമെടുത്തു, പക്ഷേ വളരെ ബുദ്ധിപരമായി കൃത്യമായി അനലൈസ് ചെയ്ത് ടീച്ചർ പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, 118 സങ്കീർത്തനം 25, 26 വാക്യങ്ങൾ. അത് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനം ഉദ്ഘോഷിച്ചു. അതേസമയം 12:10 എന്താണ്? ഈശോ ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഉപമ, കൃഷി സ്ഥലത്തേക്ക് ഭൃത്യന്മാരെ വിട്ട ആ അനുഭവമാണ്. അവിടെയാണ് ഏതാ വാക്യം ടീച്ചറെ? 118, 22 വാക്യം. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നു ടീച്ചറെ, വളരെ അഭിമാനം തോന്നുന്നു. കൃത്യമായിട്ട് ഇതുപോലെ സ്പോട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സെക്കൻഡ് ഇതിൽ നോക്കുക, അതിൻ്റെ ആൻസർ സങ്കീർത്തനം 118 കോമൺ ഇലമെൻ്റ്. വളരെ കൃത്യമായി ടീച്ചർ അതിലേക്ക് എത്തി. മർക്കോസ് 16:17, 1 കോറിന്തോസ് 12:10, പ്രഭാഷകൻ 23:7, പ്രഭാഷകൻ 24:13, 1 കോറിന്തോസ് 9:16, 1 കോറിന്തോസ് 10:14. ഇതിൽ ഏതിലാണ് കോമൺ ഫാക്ടർ, പൊതുവായ ഘടകം കണ്ട് ഇരട്ടയായി ദീദിമോസായി
നിമ ഏതിനെയാണ് പ്രഖ്യാപിക്കുന്നത്? 1 ആണോ 2 ആണോ 3 ആണോ? 1. 1. ആനി ചേച്ചി ഫിക്സ് ചെയ്തിരിക്കുകയാണ് 1. മർക്കോസ് 14:60, മർക്കോസ് 15:4. റേച്ചലും കൂടെ കൂടിയെന്നു അല്ലേ? ഓക്കെ.